സോറി. ഫോൺ എടുക്കാത്ത എന്താ മാഡം? ഇന്നലെ രാത്രി സാറ് ഫോൺ എൻ്റെ അടുത്ത് നിന്ന് മറന്നുപോയി. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. പക്ഷെ മാഡം ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകാൻ വന്നതാ. സാർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റിട്ടില്ലെന്നോ? ഞാനിത് സാറിനെ ഏൽപ്പിക്കാം, നിങ്ങൾ പോയിക്കോളൂ. എന്താ കളിക്കുവാണോ? ഫോൺ എന്തിനാ കട്ട് ചെയ്തേ? അങ്ങനെയൊന്നുമില്ല, വേറൊരു കാളെ ഇടയ്ക്ക് വെച്ച് വന്നപ്പോ ഫോൺ കട്ടായി പോയതാ. നീ ചെയ്ത കൊലപാതകത്തെ കുറിച്ച് ഞാൻ പോലീസിനോട് പറയാതിരിക്കണമെങ്കിൽ നീ എനിക്ക് 25 ലക്ഷം രൂപ തരണം. മോൾക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ഒരു 25 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട്. ഹലോ, കേൾക്കുന്നില്ലേ? പറയൂ പ്ലീസ്, കേട്ടോണ്ടിരിക്കുക. കാശ് എവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. സിറ്റിക്ക് പുറത്തുള്ള അലുമിനിയം ഫാക്ടറിയില് 4ാമത്തെ ഷെഡിന്റെ അടുത്ത് വാ. ഈ കാര്യം മറ്റൊരാൾ അറിഞ്ഞാലുണ്ടല്ലോ. ഉറപ്പായിട്ട് ഇവൻ തന്നെയാ. ഹലോ, വലത്തോട്ട് തിരിഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് വന്നോളൂ. പാക്ക് കഴിക്കുന്നോ സാറേ? പാക്ക് അല്ലെങ്കിൽ സിഗരറ്റോ വീഡിയോ വല്ലതും വേണോ? അതെ സാർ, അതെ സാർ, അതെ സാർ. സാറിനെ ഞങ്ങൾ കൈയോടെ പിടികൂടി സാർ. ഞങ്ങൾ ഉടനെ അപ്ഡേറ്റ് ചെയ്യാം സാർ. ഓക്കെ സാർ, താങ്ക് യു.
ആ കുട്ടി അർജന്റായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോണെന്നല്ലേ പറയുന്നേ? സാർ അത് അല്പം പോലും മനുഷ്യത്തില്ലെങ്കിൽ എങ്ങനെയാണോ? സാർ അതുകൊണ്ടാ പബ്ലിക്കിന് പോലീസിന് വെച്ച റെസ്പെക്ട് ഇല്ലാതെ ആയത്. എന്തോ നാടോ ഇത്. മേഡം ചെന്ന് വണ്ടി എടുത്തോളൂ. താങ്ക് യു സർ. എപ്പോ നോക്കിയാലും ആടിനെ പോലെ എന്തെങ്കിലും ചവച്ചോണ്ട് പോയി പണി നോക്കണോ? എന്താണ് പ്രശ്നം? ഒന്നുമില്ല സാർ. സാർ. ആ കുട്ടി അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞു. ചെക്ക് ചെയ്തിട്ടാണ് പറഞ്ഞു വിട്ടത്. എന്ന് സാറിനോട് കള്ളം പറഞ്ഞ് ആ മേഡത്തിനെ ഫോളോ ചെയ്ത് പോയി സാർ. കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടേ രജിസ്റ്ററിൽ ഉണ്ടായിരുന്ന മേഡത്തിന്റെ ഡീറ്റെയിൽസ് ഫോട്ടോ എടുത്തു. എന്നാൽ അവന്റെ മേലൊരു കണ്ണ് വെച്ചോ? സാറേ, പാക്ക് വെറ്റില വേണോ? വെറ്റില പോട്ടെ, പാക്ക് വേണോ സാറേ? പാക്ക്. ഇത് എങ്ങനെയുണ്ട് സാറേ? എടാ റാസ്കൽ, ആരോടാ സംസാരിക്കുന്നറിയോ? തല്ലുന്നു സാർ. ചെയ്ത തെറ്റിന് നാണിക്കാതെ ഇയാളുടെ കോളർ കയറി പിടിക്കുന്നു. തനിക്കും ആ സ്ത്രീക്കും എന്താ ബന്ധം? ഈ ലോക്കൊന്ന് തുറക്ക. കോൺസ്റ്റബിൾ ആ കാർ ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോ ആ കാറിന്റെ ഡെക്കിൽ നിന്ന് രക്തം ഒഴുകുന്ന ഞാൻ കണ്ടു സാർ. അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ട് സംശയം തോന്നി ആ കാറിന്റെ ഡിക്കി തുറക്കാൻ അനുവദിക്കാതെ ആ കുട്ടിയെ പറഞ്ഞയച്ച് പുറകെ ഞാനും ഫോളോ ചെയ്തു പോയി. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? മിസ്സായ കാറിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ഫാം ഹൗസിൽ നിന്ന് കാറ് പുറത്തേക്ക് പോകുന്ന കണ്ടു. ഡൗട്ട് തോന്നി ആ ഫാം ഹൗസിനകത്തേക്ക് ഞാൻ പോയി. ഞാൻ അവിടെ നോക്കുമ്പോ ഒരു ചിത കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കത്തിക്കൊണ്ടിരുന്ന ആ ചിതയ്ക്കും ആ പെൺകുട്ടിക്കും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. വീണ്ടും തിരിച്ച് ചെക്ക് പോസ്റ്റിലെത്തി രജിസ്റ്ററിൽ ആ പെണ്ണെഴുതിയ ഫോൺ നമ്പർ ഡീറ്റെയിൽസും ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ അവളെ വിളിച്ചു സാർ. അവളുടെ ശബ്ദത്തിന്റെ പതർച്ച കേട്ടപ്പോ അവളെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കൺഫേം ചെയ്തു സാർ. വീണ്ടും ഞാൻ ഫോൺ ചെയ്ത് 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. തന്നെ പോലന്മാര് കാരണമാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് നശിച്ചു പോകുന്നത്. ഇവനെ റിമാൻഡ് ചെയ്യേ. സാർ, ഈ ഒരു പ്രാവശ്യം ക്ഷമിക്കൂ സാർ, പ്ലീസ്. നോക്കിയേ, സാറ് വിളിക്കുന്ന അകത്തോട്ട് വാ. ആ CA എന്തോ ഫാർം ഹൗസ്, ഡെഡ് ബോഡി, ഫയർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ പ്രശ്നം? അദ്ദേഹം പറഞ്ഞത് ശരിയാണ് സർ. ഫാം ഹൗസിൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞ ഡെഡ് ബോഡി എന്റെ ഹസ്ബൻഡിൻ്റെതാ. ഞാനാണ് കൊന്നത്. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ തന്നെ കൊന്നോ? ആരാണ് നിങ്ങളുടെ ഭർത്താവ്? ആഡ് ഫിലിം മേക്കർ രാഹുൽ. ആഡ് ഫിലിം മേക്കർ രാഹുൽ നിങ്ങളുടെ ഭർത്താവാണോ? ഭാസ്കർ, രാജു, അശോക്. സർ, ഭാസ്കർ, പെട്ടെന്ന് ഒരു ടീമുമായി ആഡ് ഫിലിം മേക്കർ രാഹുലിന്റെ വീട്ടിലേക്ക് പോകണം. അത് ക്രൈം സ്പോട്ടാണ്. അശ്വന്ത്, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ ഇൻഫോം ചെയ്യും. ആ വീട്ടിലെ എല്ലാ മൂലയും ചെക്ക് ചെയ്യണം. ഒരു എവിഡൻസ് പോലും മിസ് ആവരുത്. മനസ്സിലായോ? കം ഓൺ, ഗെറ്റ് ഗോയിങ്. ഓക്കേ സർ. ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്, പിന്നെ നോക്കാം. ആരാണ് ഈ ഗണേഷ്? പറയാ. ഫ്രണ്ട്. ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ? ഫോൺ എടുക്ക. സ്പീക്കർ ഓൺ ചെയ്യ.
ഹലോ ഹലോ വിദ്യ, രാത്രി മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ നീ എടുക്കാത്തത്? രാത്രി ആ വഴക്കിന് ശേഷം രാഹുൽ നിന്നെന്തെങ്കിലും ചെയ്തു കാണുമെന്ന് ഞാൻ പേടിച്ചിരിക്കായിരുന്നു. ഹലോ ഹലോ വിദ്യേ, ഞാൻ പിന്നെ സംസാരിക്കാം. എന്താ സംഭവിച്ചത്? ടെൽ മീ പ്ലീസ്. ആരടാ നീ? ആരാടാന്നോ? നീ ആരാടാ? പോലീസ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് നരസിംഹം. സോറി സർ, ഞാൻ ഗണേഷ്. ഇപ്പോ വിദ്യ എവിടെയാണുള്ളത്? പോലീസ് കസ്റ്റഡിയിൽ.